ഹായ് ഗൈസ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഡിസംബർ 31, 2024, നമ്മുടെ ഈ ഒരു വർഷത്തിൻ്റെ അവസാനത്തെ ദിവസം. ആ ദിവസമാണ് കേട്ടോ ഞാൻ ജനിച്ചതും. അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ എഴുന്നേറ്റ് ബർദുബായി, അവിടെ കൃഷ്ണ ടെമ്പിൾ ഉണ്ട്, അവിടെ പോവാം കേട്ടോ. അവിടെ നേരത്തെ ശിവ ടെമ്പിൾ ഉണ്ടായിരുന്നു, ഇപ്പോൾ കൃഷ്ണ ടെമ്പിൾ ഉണ്ട്, അവിടെ പോവുകയാണേ. അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ പോയിട്ടുണ്ട്. എനിക്ക് അവിടുത്തെ അമ്പലം ഭയങ്കര ഇഷ്ടം, അവിടുത്തെ സൂക്കും കാര്യങ്ങളൊക്കെ. പക്ഷേ ഞങ്ങൾ കുറച്ച് നേരത്തെ അവിടെ ചെന്നതുകൊണ്ട്, ഞങ്ങൾ വീട്ടിൽ നിന്ന് ഒരു 5:30-6 മണിയായപ്പോൾ ഇറങ്ങി. അപ്പോൾ നേരത്തെ ചെന്നതുകൊണ്ട് തന്നെ സൂക്കൊന്നും തുറന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ടെമ്പിളിൽ നമ്മൾ കയറാൻ പോവാം കേട്ടോ. അപ്പോൾ ടെമ്പിളിൽ കയറാൻ അവിടെ ടൈമിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. രാവിലെ 7:30, ഒരു 6:30 തൊട്ട് 7 വരെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ 8:30 ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ 8:30 സമയത്ത് പിന്നെ കയറുന്നത്. ഞങ്ങൾ നേരത്തെ എത്തി, 7:00 എത്തി, പക്ഷെ ഞങ്ങൾ ചെന്ന ഉടനെ നട അടച്ചു. അപ്പോൾ പിന്നെ ഞങ്ങൾ 8:30 കയറി. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു താലം മേടിക്കാമെന്ന് വിചാരിച്ചു. ഭഗവാന് അതിൽ ആപ്പിളുണ്ട്, പഴമുണ്ട്, പിന്നെ പുഷ്പങ്ങൾ ഇത് ചേർന്നിട്ടുള്ള ഒരു താലമാട്ടോ. അപ്പോൾ അത് മേടിക്കാമെന്ന് വിചാരിച്ചു. 10 ദിറംസോ അങ്ങനെ എന്തോ ആട്ടോ ഉള്ള. നമ്മൾ ആ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലുള്ള കടയിൽ നിന്നാട്ടോ മേടിച്ചത്. അവിടെ ഒരുപാട് ഭഗവാന്റെയൊക്കെ നല്ല പ്രതിമകളൊക്കെ ഇരിക്കുന്നു. എനിക്ക് വേണമെന്നുണ്ടായിരുന്നു, പിന്നെ വെച്ച് വേണ്ട, പിന്നെ മേടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ താലമൊക്കെ ആയിട്ട് എൻ്റെ പിറന്നാൾ ദിവസം ഭഗവാനെ കാണാൻ പോവുക കേട്ടോ. അപ്പം ഞാൻ ഇവിടെ വന്നിട്ട് എനിക്കിതുവരെ അമ്പലത്തിൽ പിറന്നാൾ ദിവസം പോകാൻ പറ്റിയിട്ടില്ല. മിക്ക ദിവസം ഏട്ടന് ഡ്യൂട്ടി കാണും. പക്ഷേ ഈ വട്ടം എന്തായാലും പോകാൻ പറ്റി, ഭയങ്കര സന്തോഷം. അങ്ങനെ അമ്പലത്തിനകത്ത് മൊബൈൽ ഫോൺ അലൗഡല്ല. അപ്പോൾ ഞങ്ങൾ ക്ഷേത്രത്തിൽ തൊഴുതൊക്കെ കഴിഞ്ഞു വെളിയിൽ വന്നു കേട്ടോ. ക്ഷേത്രത്തിൽ തൊഴുതപ്പോൾ അവിടെ ചെന്നപ്പോൾ ഭഗവാനെ കളിപ്പിക്കുകയാണോ ഉറക്കുവാണോന്ന് അറിയത്തില്ല. അത് തൊട്ടിലിട്ടാട്ടി കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങനെ മണിയൊക്കെ കിലുക്കി ഉറക്കത്തില്ല, അതേപോലത്തെ ഒക്കെ ഒരു രീതിയിലാട്ടോ നമ്മളവിടെ കണ്ടത്. അത് കഴിഞ്ഞ് അതേ പുറത്തിറങ്ങിയപ്പോൾ അവിടെ ഒരുപാട് പ്രാവുകളൊക്കെ ഉണ്ട്. അപ്പോൾ അവരുടെ അടുത്ത് നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നമ്മൾ തിരിച്ചു പോകും. അപ്പോൾ ഇത് സൂക്കാട്ടോ. പക്ഷേ എല്ലാ കടകളും തുറന്നിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ തിരിച്ചു പോയപ്പോൾ തുറന്നൊക്കെ വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ഹായ് ഗൈസ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഡിസംബർ 31 കേട്ടോ. ഇന്ന് ഒരു പ്രത്യേകതയുള്ള ദിവസം. വേറെ പ്രത്യേകത എന്താ അറിയോ? ഒന്ന് ന്യൂ ഇയർ ആണ്, നമ്മുടെ ഈ 2024 അവസാനിക്കാൻ പോവുക. അതുപോലെ തന്നെ ഇന്ന് എൻ്റെ ബർത്ത്ഡേ, ഞാൻ ജനിച്ച ദിവസം ഇന്ന് കേട്ടോ. അപ്പം രാവിലെ ബർദുബായി അമ്പലത്തിലൊക്കെ പോയി എന്നിട്ട് വന്നു. അപ്പോൾ എണ്ണ വിശക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഞാൻ വെച്ച് ഇഡ്ഡലി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് ദോശക്കാട് ഇഡ്ഡലി ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇഡ്ഡലി ഉണ്ടാക്കാൻ ഇനിയും ടൈം എടുക്കുമല്ലോ. ഞാൻ പെട്ടെന്ന് ദോശ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വെച്ചു. സാമ്പാർ ഞാൻ ഓൾറെഡി ഇന്നലെ വെച്ചായിരുന്നു കേട്ടോ. എനിക്ക് രാവിലെ ഞങ്ങൾ ഒരു 5:30 കഴിഞ്ഞ 5:45 അല്ല 5:30 അല്ല 6 മണി കഴിഞ്ഞപ്പോഴാണ് അമ്പലത്തിൽ 5 മണിക്ക് എഴുന്നേറ്റും 6 മണിയൊക്കെ ആയപ്പോഴാണ് അമ്പലത്തിൽ പോയത്. അപ്പോൾ എനിക്കറിയാം വരുമ്പോൾ ലേറ്റ് ആവും, പിന്നെ പുറത്തുനിന്ന് കഴിക്കേണ്ടി വരും. ഇപ്പം എനിക്ക് പുറത്തുനിന്ന് ഒരുപാട് കഴിക്കുന്ന വലിയ താല്പര്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു സാമ്പാറൊക്കെ വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ വെച്ചു, ഇന്നലെ തന്നെ വെച്ചു രാത്രിയിൽ. അതിനിപ്പം ദോശയും കൂടെ ചുട്ടിട്ട് എണ്ണ കൊടുക്കാം കേട്ടോ. നമ്മൾ വീട്ടിൽ തന്നെ അരച്ച മാവ് ഇപ്പൊ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഇപ്പൊ സമയം 9:30 അതുകൊണ്ട് നന്നായിട്ട് പൊന്തി വന്നു. ഇപ്പൊ തണുപ്പായതുകൊണ്ട് പൊന്തി വരുന്നതൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പൊ നമ്മള് ഒരു വൈകിട്ടൊരു 5:30 ആയപ്പോ അരച്ചു വെച്ചതാ. ഇപ്പൊ 9 മണിയായില്ല. അപ്പൊ അത്യാവശ്യം സമയം ഉണ്ടായതുകൊണ്ട് അത്യാവശ്യം പൊന്തി വന്നു കേട്ടോ. ദോശ എണ്ണ ചുട്ട് കൊടുത്തിട്ട് നമുക്ക് സാരിയൊക്കെ മാറാം. ഈ സാരിയിലൊക്കെ എനിക്ക് ബുദ്ധിമുട്ടാണ് ജോലി ചെയ്യാൻ. ദോശ ഇട്ട് കൊടുത്തിട്ട് സാരിയൊക്കെ മാറിയിട്ട് നമുക്ക് ഉണ്ടാക്കി കഴിക്കാം. ഇന്നലെ ഏട്ടൻ വെളുപ്പിന് 12 മണിക്കാട്ടോ വന്നത്. ഈ വെളുപ്പിന്, ഇന്നലെ അല്ല, ഈ വെളുപ്പിന് 12 മണി വരെ ഡ്യൂട്ടി ഉണ്ടായിരുന്നു. 12 മണി കഴിഞ്ഞ് വന്നപ്പം എനിക്ക് ജിലേബി, അതുപോലെ തന്നെ ഇലൈറ്റിൻ്റെ പ്ലം കേക്ക്. എനിക്ക് പ്ലം കേക്ക്, എനിക്ക് ക്രീം കേക്കിനേക്കാളും ക്രീം കേക്ക് എനിക്ക് അത്ര ഇഷ്ടമല്ല. പ്ലം കേക്ക് എണ്ണും അതെ, പ്ലം കേക്ക് ഇഷ്ടം. അതുകൊണ്ട് നമ്മൾ ഈ വട്ടം പ്ലം കേക്കാണ് കഴിച്ചേ. ക്രീം കേക്ക് ആണെങ്കിൽ കുറച്ച് നേരം എനിക്ക് എന്തോ പോലെ തോന്നും. അല്ലെ പിന്നെ ഇത് വേണം, എന്താ ഡ്രീം കേക്ക്, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഡ്രീം കേക്ക് ഏട്ടാ അറിഞ്ഞുകൊണ്ട് മേടിക്കാൻ ഒത്തിരി മധുരമല്ല. അപ്പം അതുകൊണ്ട് പിന്നെ പ്ലം കേക്ക് മേടിച്ചു. പ്ലം കേക്കിൽ മധുരമൊക്കെ ഉണ്ട്, എന്നാലും ഡ്രീം കേക്കിൻ്റെ അത്രയും എടുത്തൊരു മധുരം ഇല്ലല്ലോ. അതുകൊണ്ട് പ്ലം കേക്ക് ആട്ടോ ഇതൊക്കെ നമ്മൾ മേടിച്ച്. പിന്നെ മധുരത്തിന് ജിലേബി ഉണ്ട്. ഏട്ടന് പ്ലം കേക്ക് ഇഷ്ടമാണ്, അതുകൊണ്ട് മേടിച്ച മെയിനായിട്ട് ഏട്ടനാണ് മേടിച്ചുകൊണ്ട് വന്നത്.
ഫസ്റ്റ് കല്യാണം കഴിഞ്ഞ് ഇവിടെ വന്ന ആദ്യത്തെ ബർത്ത്ഡേക്ക് നമ്മൾ ഗ്ലോബൽ വില്ലേജിലാട്ടോ പോയത്. അപ്പോൾ രാത്രി പോയിട്ട് അവിടെ കേക്കൊക്കെ മുറിച്ച് പിന്നെ അവിടെ ന്യൂ ഇയർ സെലിബ്രേഷൻ ഉണ്ട്, അതും എല്ലാം കണ്ടിട്ട് ഫസ്റ്റ് ബർത്ത്. അന്ന് എൻ്റെ അമ്മ ഇവിടെ ഉണ്ടായിരുന്നു, അമ്മയും ഉണ്ടായിരുന്നു, അച്ഛനുണ്ടായിരുന്നു, ഞാൻ, ഏട്ടൻ, പിന്നെ ഏട്ടൻ, ഞങ്ങളുടെ കുഞ്ഞമ്മ, ചിറ്റപ്പൻ, ഞങ്ങളെല്ലാവരും കൂടെ പോയത്. അത് നല്ലൊരു രസമായിരുന്നു. ഞാൻ അങ്ങനെ ഇത്രയും ക്രൗഡിലൊന്നും ഞാൻ കേക്ക് അങ്ങനെ മുറിച്ചിട്ടില്ല. അങ്ങനെ ഒരുപാട് ആൾക്കാർ ഞങ്ങളുള്ളൂ എങ്കിലും രസമായിരുന്നു. പിന്നെ കഴിഞ്ഞ ബർത്ത്ഡേക്ക് ഞങ്ങൾ അങ്ങനെ വലിയ ആഘോഷമൊന്നുമില്ല. ഒരു ഡ്രീം കേക്ക് എനിക്ക് മേടിച്ചു തന്നു, ഞങ്ങൾ വീട്ടിൽ തന്നെ ആഘോഷിച്ചു. ന്യൂ ഇയറിനും എവിടെയും പോയില്ല. ഈ വട്ടം അങ്ങനെ ആഘോഷങ്ങളൊന്നുമില്ല ബർത്ത്ഡേക്ക്. ഏട്ടൻ പിന്നെ എന്തായാലും രാവിലെ ഉണ്ട്, പക്ഷേ ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി എവിടെയും പോകാൻ പറ്റത്തില്ല. ഡ്യൂട്ടി ഉണ്ട് 12 മണിക്ക്, അതും ഡ്യൂട്ടി. അപ്പം നൈറ്റ് 10:30 ആകുമ്പോൾ ഇവിടുന്ന് ഡ്യൂട്ടിക്ക് പോയി വേണം. അതുകൊണ്ട് നമ്മൾ ഈ വട്ടം ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യാൻ പുറത്തൊന്നും പോകുന്നില്ല കേട്ടോ. ബർത്ത്ഡേ അങ്ങനെ സെലിബ്രേഷൻ ഒന്നുമില്ല. ഞാൻ പറഞ്ഞത് വീട്ടിലുണ്ടായിരുന്നെങ്കിൽ നമ്മൾ ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യാൻ ചിലപ്പോൾ ഗ്ലോബൽ വില്ലേജിൽ തന്നെ പോയേനെ. കാരണം കുഞ്ഞമ്മയും ചിറ്റപ്പനും ഒക്കെ പോകുന്നുണ്ടെന്ന് തോന്നുന്നു. നമ്മളോട് പറഞ്ഞായിരുന്നു നമുക്ക് അവിടെ പോകാമെന്ന്. പക്ഷേ എന്നെ ഡ്യൂട്ടി ഉള്ളത് കൊണ്ട് നമ്മളങ്ങനെ ന്യൂ ഇയർ ഒന്നും സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ വട്ടം പോകുന്നില്ല. അതുകൊണ്ട് ഇവിടെ നമ്മൾ ക്രിസ്മസിൻ്റെ അന്ന് ഏട്ടന് ഡ്യൂട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ തലേദിവസം ഞങ്ങൾ ഇതുപോലെ ക്രിസ്മസ് ഈവ് സെലിബ്രേറ്റ് ചെയ്യാൻ പോയായിരുന്നു. ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യാൻ എവിടെയും പോകാൻ പറ്റാത്തതുകൊണ്ട് ഈ വട്ടം ഞങ്ങൾ ക്രിസ്മസ് ഈവ് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയി. പിന്നെ എൻ്റെ ബർത്ത്ഡേ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരുപാട് പേർക്ക് അറിയാം ഈ ദിവസം. കാരണം ഈ ഒരു ലാസ്റ്റ് ഡേറ്റ് ആയതുകൊണ്ട് കുറേ പേർക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ രാവിലെ ഒരുപാട് ഫ്രണ്ട്സ് ആണെങ്കിലും റിലേറ്റീവ്സ് ആണെങ്കിലും ഒക്കെ വിഷസ് ഒക്കെ തന്നു. അതിന് ഒരുപാട് നന്ദി. അപ്പം എന്തെങ്കിലും പ്രായം കൂടി കൂടി കിളവിയായി വരിക. എല്ലാം എന്ത് പെട്ടെന്ന് ദിവസങ്ങൾ പോകുന്നത്. ഏട്ടന് 3 ദോശ മതി, ഒരെണ്ണം ഇച്ചിരി കട്ടിയിലെടുക്കാം. 3ാമത്തെ ദോശ. പിന്നെ ഞാൻ ഡ്രസ്സൊക്കെ മാറിയിട്ട് എനിക്ക് ചൂടോടെ കഴിക്കണം. ഡ്രസ്സൊക്കെ മാറിയിട്ട് വന്നിട്ട് കഴിക്കാം. ഇന്നത്തെ സാമ്പാറിനൊരു പ്രത്യേകതയുണ്ട്. ഒന്ന്, ഉരുളക്കിഴങ്ങ് ഇവിടെ ഉണ്ടെങ്കിലും ഞാൻ ഉരുളക്കിഴങ്ങ് ഇട്ടില്ല, വേറെ ഒന്നും കൊണ്ടല്ല. ഉരുളക്കിഴങ്ങ് കാണിച്ചു തരാം. ഉരുളക്കിഴങ്ങ് ഇത് ഇങ്ങനെ മുള വരികയോ അതുപോലെ അല്ലെങ്കിൽ പച്ച കളർ എന്തെങ്കിലും വരികയോ ചെയ്താൽ കഴിക്കില്ലെന്ന് പോലും എനിക്ക് അറിയത്തില്ല. ഇപ്പൊ എല്ലാം ഗൂഗിളായപ്പോൾ ഞാൻ അതിൽ കണ്ടതാ ഇങ്ങനെ. അപ്പൊ എനിക്ക് അറിയത്തില്ല. അപ്പൊ എനിക്കൊരു പേടി കഴിക്കില്ലെന്ന് കൊണ്ട് പിന്നെ കഴിച്ചിട്ട് ഇനി 2 ഉരുളക്കിഴങ്ങ് രണ്ടും അങ്ങനെ ആയിപ്പോയി. അതുകൊണ്ട് ഞാൻ ഉരുളക്കിഴങ്ങ് ഇട്ടില്ല. പക്ഷെ ഞാൻ അതിനകത്തിലേക്ക് നമ്മൾ സാധാരണ ചീരയില്ല, ചുമന്ന ചീര, അത് അരിഞ്ഞിട്ടിട്ടുണ്ട്. നല്ലതാട്ടോ. കുറച്ച് ഒരു 10-15 ഇല അരിഞ്ഞ് ഇട്ടിട്ടുണ്ട്. അപ്പൊ നല്ലതാ. നമ്മൾ സാമ്പാർ ചീര ഉണ്ടല്ലോ അതുപോലൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ വെണ്ടയ്ക്ക ഇട്ടിട്ടുണ്ട്, സവാളയും ക്യാരറ്റും, ഇത് മാത്രമേ ഇട്ടുള്ളൂ. മുരിങ്ങയ്ക്കായോ അങ്ങനെ മറ്റ് പച്ചക്കറികളോ ഒന്നും ഇടാത്ത സാമ്പാർ. ഞാൻ ഓൾറെഡി മീനൊക്കെ വെച്ചിട്ടുണ്ട്, ചിക്കൻ കുറച്ചിരിപ്പുണ്ട്. ഇന്ന് അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല, നോർമൽ ഫുഡൊക്കെ പോലെയുള്ളല്ല, പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും വെക്കുന്നില്ല. ചിക്കൻ ഉണ്ട്, അതിനെ ഒരു വേറെ രൂപത്തിലാക്കാം, നോർമൽ ചിക്കൻ കറി. അപ്പം അതിനെ എനിക്ക് തേങ്ങാപ്പാലും കൂടെ ഒക്കെ ഒഴിച്ച് വേറെ രീതിയിലാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ മീൻകറി ഞാൻ ഇന്നലെ തന്നെ വെച്ചു. പിന്നെ എനിക്ക് എന്തെങ്കിലും വെജ് ഐറ്റം കൂടെ വെക്കും. നോർമൽ ചോറ്, എനിക്കതാ ഇഷ്ടം, ചോറും കൂട്ടാനും തന്നെ. സത്യം ഈ ഫ്രൈഡ് റൈസും മറ്റ് റൈസിനേക്കാളും എനിക്ക് പേഴ്സണലി ഇഷ്ടം ചോറ്, തോരൻ, മെഴുക്ക് പുരട്ടി, ചമ്മന്തി, തൈര്, അച്ചാർ, ഇതൊക്കെ കൂടെ. അച്ചാർ ഞാനിപ്പോൾ അധികം കൂട്ടാറില്ല. അപ്പോൾ ഇതൊക്കെ കൂടെ എനിക്കിഷ്ടം. അപ്പം ഞാൻ ഇന്ന് എൻ്റെ ദിവസമായതുകൊണ്ട് എൻ്റെ ഇഷ്ടത്തിന്, ഏട്ടനും അതൊക്കെ തന്നെ ഇഷ്ടം, വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ വേറെ ഒന്നും വെക്കണ്ടെന്ന് വിചാരിച്ചു. ഓക്കെ. പിന്നെ വൈകിട്ട് എനിക്ക് കുറച്ച് ഫുഡ് മനസ്സിലുണ്ട്, അത് വെക്കണമെന്നുണ്ട്. ചിലപ്പോഴേ വെക്കത്തുള്ളൂ. ഞാൻ ഭയങ്കര ടയേർഡ്, എനിക്ക് ഉറക്കം വരുന്നുണ്ട്. കാരണം നേരത്തെ എഴുന്നേറ്റാണ് കിടന്നത്. 1 മണിക്ക് എഴുന്നേറ്റത് 5 മണിയൊക്കെ ആയപ്പോൾ എഴുന്നേറ്റ്. അപ്പോൾ എനിക്ക് ഉറക്കം ശരിയായിട്ടില്ല. കിടന്നാൽ 1 മണിക്കാണെങ്കിൽ ഉറങ്ങി വരാൻ കുറച്ച് സമയം എടുക്കില്ല. അതുകൊണ്ട് ഉറക്കം ശരിയായില്ല. അതുകൊണ്ട് ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് ഉച്ചയ്ക്കൊന്ന് ഉറങ്ങണമെന്നുണ്ട്. അപ്പോൾ നോക്കിയിട്ട് സമയം ഉണ്ടെങ്കിൽ വൈകിട്ട് എന്തെങ്കിലും ഇച്ചിരി
വെറൈറ്റി ആയിട്ട് വല്ലതും വെക്കണമെന്നുണ്ട്. അപ്പം നമുക്ക് ഞാനിത് കൊടുക്കാം. അപ്പോൾ ഉച്ചക്കത്തേക്ക് ലഞ്ച് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പം ഇവിടെ ചോറ് ഞാൻ വെച്ചിട്ടുണ്ട്. കുറച്ച് ലേറ്റ് ആയിട്ട് 2 മണിയായി. കാരണം ഞങ്ങൾ ലേറ്റായിട്ട് രാവിലത്തെ ഫുഡ് കഴിച്ചു. പിന്നെ രാവിലത്തെ ഉറക്കക്ഷീണം ഉണ്ടായിരുന്നു. ഏട്ടൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ 1 മണിയായി. അത് കഴിഞ്ഞിട്ട് കുറേ ടൈം കഴിഞ്ഞിട്ട് നമ്മൾ കിടന്നത്. എന്നിട്ട് 5 മണിക്ക് അമ്പലത്തിൽ പോവുകയും ചെയ്തു. അപ്പം ഭയങ്കര ടയർഡായിട്ട് ഞാനും കിടന്നുറങ്ങി. ഫുഡ് ലേറ്റായിട്ട് മതി എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ചോറ് ഇപ്പം അങ്ങോട്ട് ഇട്ടതേ ഉള്ളൂ. കുറച്ച് സമയം കൂടെ കഴിയുമ്പോൾ റെഡിയാവും. പിന്നെ ചിക്കൻ കറി ഇരിപ്പുണ്ട് കേട്ടോ. ഞാൻ വളരെ കുറച്ച് ചിക്കൻ കറി കഴിഞ്ഞ ദിവസം വെച്ചിരുന്ന കുറച്ച് കുറുകി വെച്ചിരുന്ന, ചാറ് ഒത്തിരി ആയിട്ടില്ല, കുറുക്കി വെച്ചിരുന്ന. ബാക്കി ചിക്കൻ ഞാൻ വെക്കാതെ തന്നെ ഫ്രിഡ്ജിൽ കയറ്റിയിട്ടുണ്ട്. ഒരുപാട് ദിവസം നമ്മൾ വെച്ചിരുന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് ഒക്കെ മാറും. അപ്പം ഞാൻ വെച്ച് കുറച്ചായിട്ട് വെച്ചാൽ മതി. ബാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ഈ ചിക്കൻ കറി നോർമൽ ചിക്കൻ കറി റെസിപ്പി ഞാൻ കാണിച്ചിട്ടുണ്ട്. ഞാൻ മണ്ടൊക്കെ ഇട്ടിരിക്കാം കേട്ടോ. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത നോർമൽ ചിക്കൻ കറി എന്താ, പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ചിക്കൻ മസാല, ഗരം മസാല, പൊടികൾ 4. അത് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, കടുക് പൊട്ടിക്കുക, വറ്റൽമുളക് ഇടുക, സവാള ഇട്ട് നന്നായിട്ട് വഴറ്റിയ ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചത് ആഡ് ചെയ്യുക. അത് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം തക്കാളി ആഡ് ചെയ്യുക. അത് എല്ലാം നന്നായിട്ട് സോഫ്റ്റായിട്ട് വെന്തതിന് ശേഷം ഈ പൊടികളെല്ലാം ആഡ് ചെയ്യുക. നന്നായിട്ട് ഒരു 5 മിനിറ്റ് കൈ എടുക്കാതെ വഴറ്റ് ചിക്കൻ ആഡ് ചെയ്യുക. കുറച്ച് വെള്ളം ഒഴിക്കുക, ഒരുപാട് വെള്ളം വേണ്ട. ബാക്കി ചിക്കനിൽ നിന്ന് ഇറങ്ങണം. അടച്ചു വെച്ചിട്ട് വേവിക്കുക. കറിവേപ്പില, പിന്നെ മല്ലിയില, ഇത്രയേ ഉള്ളൂ നോർമൽ ചിക്കൻ കറി. അത് ഞാൻ ഇച്ചിരി കുറുക്കി എടുത്തിട്ടുള്ള. ഇവിടെ ഒരുപാട് വെള്ളം ഫസ്റ്റ് ഇച്ചിരി ഒരു മീഡിയം സെമി ഗ്രേവി ആയിട്ട്, പിറ്റേ ദിവസം ഇച്ചിരി ഗ്രേവി കുറേ ആ ഒരു സ്റ്റേജിൽ. അപ്പം ഇങ്ങനെ ഉണ്ടാക്കിയതിന് ശേഷം ഞാൻ ചില 2 ദിവസം കഴിഞ്ഞ് ഇത് മടുപ്പ് ഏട്ടൻ മടുപ്പ് തുടങ്ങുമ്പോൾ ഞാൻ ചെയ്യുന്ന ഒരു ടിപ്പല്ല, എല്ലാം ചെയ്യുന്ന ഒരു സംഭവം കേട്ടോ. ഇനി അതിലേക്ക് പാല്, കോക്കനട്ട് മിൽക്ക് ഉണ്ടല്ലോ, തേങ്ങാപ്പാൽ ആഡ് ചെയ്യും. 1-ാം പാല്, 2-ാം പാല്, 3-ാം പാലൊക്കെ ഒരുമിച്ചെടുത്താൽ അതല്ല, സെപ്പറേറ്റ് എടുക്കണം. ഒരുമിച്ചെടുത്ത് കുറച്ച് വെക്കുക. വളരെ കുറച്ച്, നമ്മുടെ ഇത് വളരെ കുറച്ചുള്ള കുറച്ച് വേണ്ടി ഇതിൻ്റെ പകുതി വരെ എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇങ്ങനെ കുഴിവുള്ള പാത്രത്തിലേക്ക് ഞാൻ ഒരു വട്ടം ഉണ്ടാക്കിയത് പറയും കേട്ടോ. നമ്മുടെ ഫിഷ് നിർവാണയൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഒരു വാഴയില ഇട്ട് കൊടുത്തിട്ട് അതിനകത്തിലോട്ട് ഈ ചിക്കൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ചിക്കൻ കറിയിൽ നിന്നുള്ള, ഇപ്പം ചിക്കൻ കറിയിൽ നിന്ന് കുറച്ച് ചിക്കൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് കറിയായിട്ട് തന്നെ മാറ്റി വെക്കുക, അല്ല പച്ചക്കല്ല. ഇങ്ങനെ ഉണ്ടാക്കി വെച്ച ചിക്കനിൽ നിന്ന് ആ ചിക്കൻ കറി കുറച്ച് അതിലോട്ട് ഇടുക. ഈ പാലൊഴിച്ചിട്ട് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ വിതറിയിട്ട് ഒരു സെമി ഗ്രേവി ആക്കി എടുക്കുക. എന്നിട്ട് 1-2 മണിക്കൂർ കഴിഞ്ഞ് ഇത് കഴിക്കണം. ഭയങ്കര ടേസ്റ്റാണ്. അപ്പം ഞാൻ അത് ഉണ്ടാക്കുമ്പോൾ പിന്നെ കുറച്ച് കൂമ്പുകറി ഇരിപ്പുണ്ട്, രാവിലത്തെ സാമ്പാർ ഇരിപ്പുണ്ട്, മീൻകറി ഇരിപ്പുണ്ട്. ഇത്ര മതി എന്ന് വിചാരിച്ചു. എന്നെ ഉണ്ടല്ലോ, അത്യാവശ്യത്തിനുണ്ട്. വേണമെങ്കിൽ ഞാൻ ഒരു മോരും കൂടെ ഉണ്ടാക്കും. എനിക്ക് എല്ലാം ചുമ്മാ എല്ലാവരും ഞങ്ങൾ 2 വലിയ ഉള്ളൂ കളയാം. അപ്പം ഞാൻ അതിൻ്റെ പരിപാടിയിലേക്കാട്ടോ. അപ്പം ചിക്കൻ കറി എങ്ങനെ ഉണ്ടാക്കുക, ഇന്ന് വാഴയിലില്ല, അതുകൊണ്ട് ഞാൻ വെറുതെ ഇതിനകത്ത് ഈ പാത്രത്തിലോട്ട് ഇട്ടങ്ങ് ചെയ്യും. വാഴയില ഉണ്ടെങ്കിൽ മസ്റ്റാർഡും വാഴയില വെച്ചിട്ട് അതിനകത്ത് ചിക്കൻ കറി ഒഴിച്ചിട്ട് ഈ പാലങ്ങ് ഒഴിച്ചു കൊടുത്ത് ഇച്ചിരി കുരുമുളക് പൊടിയും കൂടി ഇട്ട് അടച്ച് വെച്ച് വേവിച്ചാൽ മതി. അതായിരിക്കും ടേസ്റ്റ്. ആ ഇലയുടെ ഫ്ലേവർ കിട്ടുമ്പോൾ. ഇപ്പം വാഴയില ഞാൻ ഉണ്ടാക്കുക കേട്ടോ. ഇപ്പം ഇങ്ങനെയാണെങ്കിൽ ഇതിനകത്തോട്ട് വാഴയില വെക്കുക. എന്നിട്ട് ഈ ചിക്കൻ കറി ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. വാഴയില ഇല്ലാത്തതുകൊണ്ട് കേട്ടോ. വാഴയില ഉണ്ട്, അങ്ങനെ തന്നെ ചെയ്യണം, എന്നാലേ ആ ഫ്ലേവർ കറക്റ്റ് കിട്ടത്തുള്ളൂ. എന്നിട്ട് ഇത്രയും വെള്ളം ആക്ച്വലി ഇല്ലായിരുന്നു കേട്ടോ. ഞാൻ ഇന്നലെ ഈ പാത്രത്തിലോട്ട് മാറ്റിയപ്പം അതിനകത്തൊരു അരപ്പിലേക്ക് ശേഷം വെള്ളം ഒഴിച്ചതാണ്. അത് കുഴപ്പമില്ല. ഇത്ര ഓക്കെ ആണല്ലോ. ഇപ്പം തന്നെ നമ്മൾ അതിലേക്ക് തേങ്ങാപ്പാൽ ആഡ് ചെയ്യുക കേട്ടോ. 1-ാം പാല്, 2-ാം പാല്, 3-ാം പാലും കൂടെ ഒക്കെ ഒരുമിച്ച് അങ്ങ് ആഡ് ചെയ്താൽ മതി. കുറച്ച് ആഡ് ചെയ്യാം. എന്നിട്ട് അവിടെ കിടക്കട്ടെ. കൈയോടങ്ങ് തുടച്ചേക്കാം. നിങ്ങൾക്ക് ആർക്കും ഇങ്ങനെ അസുഖമുണ്ടോ? കൈയൊക്കെ എന്നിട്ട് ഞാൻ പൊള്ളിക്കും ഇങ്ങനെയൊക്കെ കാണിച്ചിട്ട്. അപ്പോൾ കാണിച്ചു തരാം ഞാൻ ചെയ്യുന്നത്. സിം കുറച്ച് വെച്ചേക്കണം. എന്നിട്ട് ഞാൻ ഇവിടെ ഇങ്ങനെ പൊള്ളി കണ്ടോ, സ്ഥിരമുള്ളതെൻ്റെ. എനിക്കറിയത്തില്ല, അങ്ങനത്തെ അസുഖമൊക്കെ എനിക്കുണ്ട്. എനിക്ക് അങ്ങനെ കിടക്കുന്നതൊന്നും ഇഷ്ടമില്ല. ഇച്ചിരി അകത്തോട്ടുണ്ട്, അത് പിന്നെ തുടയ്ക്കാം. എന്നിട്ട് ഇത് അടച്ച് വെക്കണം. അപ്പോൾ പാല് കൂടുതലാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പം ഞാൻ ഇത് പറ്റുന്നതനുസരിച്ച് പാല് ആഡ് ചെയ്ത് കൊടുക്കുക. അത്രയും പാൽ എടുക്കണ്ട ആക്ച്വലി. ഇതിങ്ങനെ വാഴയിലയിൽ ഇട്ടിട്ട് ഇങ്ങനെ പാലൊഴിച്ച് കുറുക്കി എടുക്കുമ്പോൾ ഇത് പ്രത്യേക ടേസ്റ്റാണ്. വാഴയിലയുടെ ഫ്ലേവറും ഒക്കെ ഇറങ്ങിയിട്ടേ ഇതൊരു വല്ലാത്ത ടേസ്റ്റാണ്. അപ്പോൾ ഒന്ന്
ട്രൈ ചെയ്ത് നോക്കും കേട്ടോ. ചിക്കനൊക്കെ ഇതുപോലെ അധികമൊക്കെ അവസാനമൊക്കെ വരുമ്പോൾ നമ്മൾ ഇപ്പോൾ ഒരുപാടൊക്കെ ഇരിക്കുമ്പോഴേ നമ്മൾ മടുക്കും കുറച്ച് ദിവസം കഴിയുമ്പോൾ. അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും, നല്ല രസമാണ്. ഇതിപ്പം ഞാൻ പാല് നമ്മുടെ കോക്കനട്ട് മിൽക്ക് പൗഡർ മേടിക്കാൻ കിട്ടും, അതാട്ടോ ചെയ്തിരിക്കുന്നത്. ഏറ്റവും നല്ലത് നമ്മൾ പാല് നോർമലി പിഴിഞ്ഞെടുക്കുന്ന തേങ്ങയിൽ നിന്ന്, ടേസ്റ്റ് കൂടും. ഓക്കെ, ഇതവിടെ ഇരുന്നോട്ടെ. ഒന്ന് വറ്റി പകുതിയാകുമ്പോൾ നമുക്കിനി അതിലോട്ട് കുരുമുളക് ഇടാം. ഇപ്പോഴേ ഇടുന്നില്ല കേട്ടോ. അപ്പോൾ അതൊന്ന് റെഡി ആവട്ടെ, അടച്ച് വെച്ചേക്ക്. ഈ സ്റ്റേജിലേ ഇതിപ്പോൾ ഇച്ചിരി വറ്റണം, വറ്റിക്കോട്ടെ. നമുക്ക് കുറച്ച് ഇച്ചിരി കുരുമുളക് ആഡ് ചെയ്ത് കൊടുക്കാവേ. ഇപ്പം തീരെ എരിവ് ഉണ്ടാവില്ല, ഉപ്പും നോക്കണം കേട്ടോ. ചില പാൽ വയ്ക്കുമ്പോൾ ഉപ്പ് കുറയാൻ ചാൻസ് ഉണ്ട്. ഇത്രയും ചില്ലി ഫ്ലേക്സ് ആട്ടോ ആഡ് ചെയ്തത്. ഇച്ചിരി ഒന്ന് വറ്റിക്കോട്ടെ. ഇച്ചിരി വറ്റിയിട്ട് നമുക്ക് ഓഫ് ചെയ്യാം. നല്ല രണ്ട് കുറുകി വന്നിട്ടുണ്ട്, ഉണ്ട്. ഇതിൻ്റെ ഗ്രേവി നല്ല ടേസ്റ്റാണ് കേട്ടോ. എത്രയും മതി, ഗ്രേവി ഇരുന്നോട്ടോ കുറച്ച്. ഇത്രയും കുറുകിയാൽ മതി, ഗ്രേവി കുറച്ച് ഇരുന്നോട്ടെ. നല്ല ടേസ്റ്റ് എൻ്റെ ഗ്രേവിക്ക്. നല്ലതായിട്ട് കുറുകി, ഇതേ കാണാൻ പറ്റുമെന്ന് തോന്നുന്നു, നല്ല കുറുകി വന്നിട്ടുണ്ട്. ഞാൻ ആ ബാക്കി ഇരുന്ന പാലൂടെ ഒഴിച്ചു കേട്ടോ. പാലൂടെ ഒഴിച്ച് കുറുക്കി എടുത്ത, തുറന്ന് വെച്ചെടുത്ത, നമ്മൾ ഓൾറെഡി ചിക്കൻ വെന്താണ്, തുറന്ന് വെച്ചിട്ട് കുറുക്കി എടുത്ത. ഇനി നമുക്കിതിങ്ങനെ അടച്ചവിടെ വെച്ചേക്കാം, കുറച്ച് നേരം ഇരിക്കണം. നമ്മുടെ മീനൊക്കെ പോലെ കുറച്ചൊരു 1-2 മണിക്കൂർ മതി. ഒന്ന് ഇരുന്ന് കഴിയുമ്പോൾ ഇതിൻ്റെ ഫ്ലേവർ ഇറങ്ങും. ഓക്കെ, അപ്പോൾ സെറ്റാവും സാധനം. അപ്പോൾ മറ്റേ ചിക്കൻ കറി കഴിച്ച ഒരു മടുപ്പ്, എന്നും ഒരേ രുചി കഴിക്കുമ്പോൾ നമുക്കൊരു മടുപ്പ്. ഇപ്പോൾ 2 ദിവസമായിട്ട് ഏട്ടൻ അത് കഴിക്കുന്നുണ്ട്. അപ്പം ഇത് കഴിക്കുമ്പോൾ എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു, എനിക്ക് ഇങ്ങനെ ഉണ്ടാക്കി തരണേ. അന്നൊരു ദിവസം ഞാൻ ട്രൈ ചെയ്തപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷേ ഞാൻ പറഞ്ഞു അതിൻ്റെ ടേസ്റ്റ് വരുമെന്ന് പറഞ്ഞാൽ അന്ന് വാഴയില ഉണ്ടായിരുന്നു. വാഴയിലയുടെയും കൂടെ ഫ്ലേവറൊക്കെ വരുമ്പോൾ അത് വേറെ രുചിയാണ്. അപ്പോൾ ആ ഫ്ലേവർ വരുമോയെന്ന് അറിയത്തില്ല, ഞാൻ എന്തായാലും ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നെ ഇത് നമുക്ക് അടച്ചിവിടെ വെച്ചേക്കാം. അപ്പോൾ അത് ഏഴനുള്ള ചോറ് വിളമ്പ് കേട്ടോ. അത് മീൻ കറി ആട്ടോ, പിന്നെ അത് ചിക്കൻ കറി, പിന്നെ കൂമ്പ് തോരനാട്ടോ ഉള്ളത്. വാഴക്കൂമ്പ് തോരനും വെച്ചു. വാഴയുടെ പൂവില്ലേ, ചിലവർ കൂമ്പെന്നല്ല പറയുന്നത്, എനിക്കറിയത്തില്ല. പിന്നെ ദേ നമ്മുടെ ചീരയൊക്കെ ഇട്ടിട്ടുള്ള സാമ്പാർ. ആക്ച്വലി എല്ലാ കൂട്ടനും അടിപൊളിയായിരുന്നു കേട്ടോ. ഞാൻ ഉണ്ടാക്കിയിട്ട് പറയല്ല, എല്ലാ ഏട്ടനും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. ഏട്ടൻ പറയാം എന്നത്തെക്കാളും നല്ല ടേസ്റ്റ് ഉണ്ട് ഇന്നെന്ന്. പിന്നെ ഞാൻ തൈരും കൂമ്പ് തോരനും സാമ്പാറും ആട്ടോ എടുത്തത്. അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ ഇതൊക്കെ ആട്ടോ ഏട്ടൻ്റെ ഗിഫ്റ്റ്. വാച്ച്, അതുപോലെ തന്നെ ഇത് പേഴ്സായിട്ട് യൂസ് ചെയ്യാം, ബാഗായിട്ട് യൂസ് ചെയ്യാം കേട്ടോ. ബാഗായിട്ട് യൂസ് ചെയ്യുന്ന ഏറ്റവും ഇത്. പിന്നെ കുറേ ഡ്രസ്സസ്സൊക്കെ ഞങ്ങൾ ഒരുമിച്ച് പോയി എടുത്തതാണ് കേട്ടോ. ഇതല്ലേ ഇനിയുണ്ട്, പക്ഷേ ഞാനതൊക്കെ ഇപ്പം ഇട്ടിരിക്കുക. പിന്നെ ഉച്ചയ്ക്ക് കുറച്ച് നേരം ഒന്ന് കിടന്നു കേട്ടോ. എന്നിട്ട് വിളക്കെല്ലാം കത്തിച്ചു, മേലൊക്കെ കഴിയിട്ട് വിളക്കൊക്കെ കത്തിച്ച്, എന്നിട്ട് ഞങ്ങൾ പുറത്തോട്ട് പോകാമെന്ന് വിചാരിച്ചു. ഞാൻ വൈകിട്ട് ഇവിടെ കുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ ഏട്ടൻ പറഞ്ഞു നമുക്ക് പുറത്ത് പോയിട്ട് ഫുഡ് കഴിക്കാം, രാവിലെ ഉച്ചയ്ക്കൊക്കെ നീ ഉണ്ടാക്കിയല്ലേ, ഇന്ന് വൈകിട്ട് പുറത്ത് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അമ്മച്ചിപ്ലാവിൽ പോയിട്ട് ഞാൻ അപ്പവും മുട്ടക്കറിയാട്ടോ മേടിച്ചത്. ഏട്ടൻ പൊറോട്ടയും ബീഫും. എനിക്ക് ഒട്ടും താല്പര്യമില്ല ഈ പൊറോട്ട കഴിപ്പിക്കും, ഞാൻ പറഞ്ഞതാണ്. പക്ഷേ വല്ലപ്പോഴും അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തായാലും അദ്ദേഹം പൊറോട്ടയാണ് മേടിച്ചത്. ഞാൻ പിന്നെ അപ്പവും മുട്ടക്കറി. എനിക്ക് അധികം ഇപ്പോൾ വെളിയിൽ നിന്ന് ഫുഡ് കഴിക്കുന്ന അത്ര എനിക്ക് എന്തോ ഒരു സുഖക്കേട് പോലുണ്ട്, വയറിന് എനിക്ക് എരിച്ചിലൊക്കെ ഉണ്ടാവുന്നുണ്ട് എപ്പോഴും. ഇപ്പോൾ നാട്ടിലൊക്കെ വെച്ചിട്ട് അങ്ങനെ പുറത്തുനിന്ന് കഴിക്കാത്ത ഒരാളായിരുന്നു. ഇവിടെ വന്നപ്പം അങ്ങനെ ആയപ്പോൾ എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വന്ന് കേക്കൊക്കെ മുറിക്കാം എന്നൊക്കെ തിരിച്ച് വന്നു കേട്ടോ. ഏട്ടൻ രാവിലെ വെളുപ്പിനെ വന്നപ്പോൾ ഒരു പ്ലം കേക്ക് കൊണ്ടുവന്നില്ല. അപ്പോൾ ഏട്ടൻ പറഞ്ഞു നമുക്കൊന്ന് മുറിക്കാം എന്ന് പറഞ്ഞ് അങ്ങനെ ക്യാൻഡിലൊക്കെ കത്തിച്ചു. അങ്ങനെ എന്താ കേക്ക് മുറിക്കാൻ പോവുക. അങ്ങനെ ഗൈസ്, അങ്ങനെ ഒരു വർഷം കൂടെ കടന്നു പോകുന്നില്ലേ. അഞ്ജുവിന്റെ ബർത്ത്ഡേ ആണ്. അഞ്ജുവിന് 30 വയസ്സ് തികയും. പിന്നെ 30 ചുമ്മാ 2 വയസ്സ് കുറച്ചു. അപ്പൊ നമ്മള് കേക്ക് കട്ട് ചെയ്യാൻ പോണം. പിടിച്ചോ, നീ പിടിച്ചോ, കട്ട് ചെയ്തോ. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു,
ഹാപ്പി ബർത്ത്ഡേ ടു ഡിയർ അഞ്ജു. ഹാപ്പി ബർത്ത്ഡേ ടു യു. താങ്ക് യു. ഞാനല്ലേ തന്നെ കേട്ടോ. ഹാപ്പി ബർത്ത്ഡേ. എനിക്കാന്ന് പറഞ്ഞ മേടിച്ച കേക്കിന്റെ മുക്കാലും തിന്നു. നാണമുണ്ടോ? നാണമുണ്ടോന്ന്? പോയേന്നോ? ഫുള്ളൊന്നും തരുന്നില്ല, ഒറ്റ പീസ് 2 രൂപ ഷെയർ ചെയ്യും. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടേ കഴിക്കത്തുള്ളൂ. ഇപ്പൊ ഒത്തിരി മധുരം കഴിക്കുന്നുണ്ട് ജീവോ. ഡാർക്ക് ചോക്ലേറ്റ് ആണോ? നല്ലതായിരുന്നു. ഡാർക്ക് ചോക്ലേറ്റ് ഒന്നുമല്ല, നല്ല മധുരം ഉണ്ട്. ഡാർക്ക് ചോക്ലേറ്റ് മിക്സ് ചെയ്യുന്ന ഒറിജിനൽ ഡാർക്ക് ചോക്ലേറ്റ്. അത് ഞാൻ ഉദ്ദേശിച്ച ഷുഗർ ഫ്രീ അല്ല. കൊള്ളാട്ടോ, അകത്ത് നട്ട്സ് ഒക്കെ ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. 2 3 ഓഫറായിരുന്നു നെസ്റ്റോയില്. അങ്ങനെ നമ്മുടെ പിറന്നാളും ന്യൂ ഇയറും ഒക്കെ ഒരുമിച്ച് നമ്മൾ ആഘോഷിച്ചു. അപ്പം ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. ഇനി ഡ്യൂട്ടിക്ക് പോകണം. ഞാൻ കിടന്നുറങ്ങും. വീഡിയോ എഡിറ്റ് ചെയ്ത് ഇത് ഇന്ന് തന്നെ ഇട്ടിട്ട് ഞാൻ കിടന്നുറങ്ങും. അത്രേ ഉള്ളൂ. അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ 2025. എല്ലാവർക്കും നല്ലതും എന്താ പറയുക സന്തോഷം നിറഞ്ഞ ആയിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതായിരുന്നു. എൻ്റെ അടുത്ത വീഡിയോയിലേക്ക് കാണാം. അതുവരേക്കും ബൈ.